ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി ഒരു ബോർവെല്ല് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഇറക്കണമെന്നുള്ള അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്ന ആളുകളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മളിവിടെ ഒരു 3 ഫേസ് മോട്ടർ വെക്കാൻ വന്ന കേട്ടോ ബോർവെല്ല്. എന്താണ് ഇപ്പോൾ നമ്മൾ ബോർവെല്ല് 8 ഇഞ്ചിൻ്റെ പൈപ്പാണുള്ളത്. അപ്പോൾ ഇത് കുറച്ച് കട്ട് ചെയ്യണം. അപ്പോൾ അതിനോട് അവിടെ പവറൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. പൈപ്പ് കട്ട് കൊടുക്കണം. അത് ആയിട്ട് എത്ര മാറ്റാൻ പറ്റും, കാലത്ത് എത്ര മണിക്ക് ഒരു കാറ്റ് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ അൺബോക്സിങ് ചെയ്യണം. മോട്ടർ പമ്പ് വെള്ളം നിറക്കണം, അതിൻ്റെ എല്ലാ സെറ്റപ്പും ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പമ്പ് മേർത്ത് കഞ്ഞി മോട്ടർ കൂടി ചെയ്യാണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ മോട്ടർ 2 തരം മോട്ടറാണ് കേട്ടോ വരുന്നത്. അതായത് ഒന്ന് വാട്ടർ കൂളും മറ്റേ ഓയിൽ കൂളാണ്. ഓയിൽ കൂളിൽ നമ്മൾ ഒന്നും ചെയ്യേണ്ട, നേരെ കൊണ്ടുവന്നിട്ട് മോട്ടർ പമ്പായിട്ട് സെറ്റ് ചെയ്തിട്ട് നേരെ വയർ കണക്ഷൻ കൊടുത്ത് ഇറക്കാൻ വേണ്ടിയത്. ഇതിൽ വാട്ടർ കൂളിൽ അങ്ങനെയല്ല കേട്ടോ വേണ്ടത്. വാട്ടർ കൂളിൽ നമ്മൾ പുതിയ മോട്ടർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ 2 നെട്ട് ഉണ്ടാവും. ആ 2 നെട്ട് നമ്മൾ ഊരിയിട്ട് അതിൽ ഫ്രഷ് വാട്ടർ ഫില്ല് ചെയ്യണം. ഫ്രഷ് വാട്ടർ ഫില്ല് ചെയ്യുന്ന ചില കമ്പനികളിൽ വാട്ടർ ആദ്യം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് അയച്ചു നോക്കിയപ്പോൾ വാട്ടർ സംഗതി നല്ല ഫ്രഷ് വാട്ടർ തന്നെ ഒഴിച്ച്, അപ്പം സംഗതി കമ്പനിയിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം. അപ്പോൾ അത് ഒഴിച്ച് നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെ ആ നെട്ട് അതുപോലെ തന്നെ ടൈറ്റാക്കിയിട്ട് പമ്പ് മോട്ടറായിട്ട് ബന്ധിപ്പിക്കുക. പമ്പിൻ്റെ ഒരു ചാവി ഉണ്ടാവും, ഒരു കട്ടിങ് ഉണ്ടാവും. ആ കട്ടിങ്ങിൽ മോട്ടറിൻ്റെ പിന്നെ ഒരു ചാവിയുള്ള ഭാഗം ഉണ്ടാവും ഷാഫ്റ്റിമിൽ. അത് അതിൽ കറക്റ്റ് കുടുക്കിയതിന് ശേഷം 4 നെട്ടും ഒരേപോലെ ടൈറ്റാക്കുക. ഇതിൽ പമ്പാണ് നമുക്ക് വലിപ്പം കൂടി വരുന്നത്, മോട്ടർ എപ്പോഴും ചെറുതായിരിക്കും. അപ്പോൾ പമ്പാണ് സ്റ്റേജ് കണക്കാക്കേണ്ട സാധനം കേട്ടോ. അപ്പോൾ ഇതിൽ വയറൊക്കെ കണക്ഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് 3 വയറും നമ്മൾ 3 ഭാഗങ്ങളിലായിട്ട് തന്നെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതേ സെയിം മോട്ടർ തന്നെയാണ് നമ്മൾ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതേമാതിരി 3 കണക്ഷൻ RYB 3 ജോയിൻറ്റ് 3 ഭാഗങ്ങളിലായിട്ട് തന്നെ ജോയിൻറ്റ് ചെയ്യുക. ഓരോരുത്തർ തന്നെ 3 ജോയിൻറ്റ് ഒരു ഭാഗത്ത് വരരുത്. ആദ്യം നമ്മൾ ജോയിൻറ്റ് നല്ല ടൈറ്റാക്കി ചെയ്തതിന് ശേഷം ഇൻസുലേഷൻ ചെയ്യുക, പിന്നെ അതിൻ്റെ മേലെ വാട്ടർ പ്രൂഫ് ചെയ്യുക. പിന്നെ ഇത് എല്ലാം കൂടി മൊത്തത്തിൽ ഒരു ടാപ്പ് അടിച്ചതിന് ശേഷം മേലെ കൂടെ വീണ്ടും വാട്ടർ പ്രൂഫ് ചെയ്യുക കേട്ടോ. ഇതുപോലെ തന്നെ ടാപ്പ് അടിച്ചതിന് ശേഷം വാട്ടർ പ്രൂഫ് ഇതുപോലെ ചെയ്യുക. ഇനി വേണമെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലൊരു കൂട്ട് ഇൻസുലേഷൻ കൂടി ചെയ്യുക, തെറ്റില്ല. ചെയ്തില്ലാച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കോളം പൈപ്പ് സെറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ കോളം പൈപ്പ് ടു കോളം പൈപ്പ് അല്ലെങ്കിൽ മോട്ടറിൽ നിന്ന് കോളം പൈപ്പുകൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും വേറെ ഒരു സാധനം അതിൽ ആഡ് ചെയ്യരുത്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഗ്രീസോ പിന്നെ അതുപോലെ തന്നെ ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കരുത്. ഇപ്പം നമ്മൾ ഈ പൈപ്പ് മോട്ടർ പിന്നെ കയറുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഏറ്റവും നന്നാക്കി തന്നെ നല്ല ടൈറ്റ് ചെയ്യുക. അതായത് ഈ മോട്ടർ നമ്മൾ ഇപ്പോൾ ഇറക്കുമ്പോൾ ഈ ഇത്ര സെറ്റപ്പൊക്കെ മതി. കയറ്റുന്ന സമയത്ത് നമുക്ക് ഇത് പോരാ. ഒന്നുകിൽ ചെയിൻ ബ്ലോക്ക് അല്ലെങ്കിൽ നമ്മളതിന് ഇലക്ട്രിക് ആയിട്ടുള്ളൊരു ക്രെയിനായിട്ട് ഉപയോഗിക്കേണ്ടി വരും. ചെറിയ ക്രെയിൻ ഉണ്ട്, അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുക. ഇറക്കണേന് ഈ സെറ്റപ്പൊക്കെ തന്നെ മതി. കയറ്റാനാണ് കുറച്ച് ബുദ്ധിമുട്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൽ നോ റിട്ടേൺ വാൾവ് കൂടി വരുന്നുണ്ട് ഈ മോട്ടറിൻ്റെ. അപ്പോൾ അതിൽ എപ്പോഴും നല്ല ലോഡായിരിക്കും. ആ സമയത്ത് മോട്ടർ ഒരിക്കലും നമുക്ക്
മേപ്പോട്ട് പൊന്തിക്കാൻ കൈ കൊണ്ട് പറ്റില്ല. ഇതുപോലെ പച്ചവെള്ളം മാത്രം, വെറും പച്ചവെള്ളം കേട്ടോ, വേറെ ഒരു കെമിക്കലും ഇതിൽ ചേർത്തരുത്. അതുപോലെ തന്നെ ത്രെഡ് സീൽ ഒന്നും ചേർത്ത് ത്രെഡിൽ മുന്നിൽ ചുറ്റാൻ ശ്രമിക്കേണ്ട. കാരണം അത് ഇതിന് പോസിബിൾ അല്ല. ഒരിക്കലും ആ ഒരു സംഗതി ചെയ്യരുത്. ത്രെഡ് സീലും ഒന്നിനും ആവശ്യമില്ല. നമുക്കതിൽ ഓറിങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഈ പൈപ്പിൻ്റെ എൻഡിൽ വരുന്നുണ്ട്, ത്രെഡിൻ്റെ ലാസ്റ്റിൽ ഒരു ഓറിങ് വരുന്നുണ്ട്. ഈ ഓറിങ് ആണ് അവിടെ ടൈറ്റായി നിൽക്കുക. അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒരു നിലക്കും നമ്മൾ വാട്ടറിൻ്റെ കൂടെ ഒരു കെമിക്കലും ആഡ് ചെയ്യരുത്. അതുപോലെ തന്നെ ത്രെഡ് സീലും കൊടുക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ മോട്ടർ പുറത്തുനിന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കുക. വർക്കിംഗ് ജാമുണ്ടോ എന്തെങ്കിലും നോക്കുക. എന്നിട്ട് മാത്രം കിണറിലേക്ക് ഇറക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ബൈ.